അപ്പൊ മാം ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ കൂടുതലും അഫർമേഷൻസിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് നമ്മളൊക്കെ ചെറിയ ചെറിയ രീതിക്ക് അത് വായിക്കുന്നുള്ളൂ. ഇപ്പൊ ലവ്, മണി, അങ്ങനെയുള്ള കുറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ സമയങ്ങളിലൊക്കെ ഈ അസുഖങ്ങളൊക്കെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ലോ ഓഫ് അട്രാക്ഷന്റെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? അസുഖങ്ങളെ അട്രാക്ട് ചെയ്യാന്ന് വെച്ചാല് അത് കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അസുഖങ്ങൾ എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ട് നമ്മൾ എനർജറ്റിക്കലി ഇംബാലൻസ്, നമ്മുടെ ശരീരത്തിൽ എനർജറ്റിക്കലി ഉള്ള ഇംബാലൻസ് വരുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. ആ ഒരു ഇംബാലൻസ് തുടങ്ങുന്നത് ഒരിക്കലും ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മാസങ്ങളോ കൊണ്ടോ അല്ല, വർഷങ്ങൾ എടുത്തിട്ടുള്ള ഇംബാലൻസ് തുടർന്ന് 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 ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് നമുക്കത് അസുഖങ്ങളായിട്ട് മാറുന്നത്. അതും നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വഴി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ അവിടെയും ഞാൻ ഈ പറഞ്ഞില്ലേ, അത് ചെയ്യുവാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം, ക്ഷമ വേണം. ശരിക്കും ഒരു അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഒരു രീതിയിലൊന്നും ചിന്തകളൊന്നും നമുക്ക് ആ ഒരു തലത്തിലോട്ട് പോകത്തില്ല. പലർക്ക് സംഭവിക്കുന്നതാണ്. എന്നാൽ കേസസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ചില അസുഖങ്ങൾ, ഈ ക്യാൻസർ തന്നെ പല ഹോസ്പിറ്റലിൽ ഇനി രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ ക്യാൻസർ കേസുകൾ അവസാന നിമിഷം കൊണ്ട് രക്ഷപ്പെട്ട് തിരിച്ച് ജീവിതത്തിലോട്ട് വന്നിട്ടുണ്ട്. 6 മാസമേ നിങ്ങൾ ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞ എത്രയോ കേസസ് എത്രയോ വർഷങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ സംഭവിക്കുന്ന വെച്ചാല് പെട്ടെന്ന് അവരുടെ ചിന്തകളിൽ വരുന്ന മാറ്റവും അവരുടെ എനർജിയിൽ വരുന്ന ഷിഫ്റ്റും കൊണ്ടാണ് വരുന്നത്. ഈ പറയുന്ന പോലെ അവിടെയെല്ലാം നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ളൊരു മനസ്സ് വേണം, ഒരു ഡെഡിക്കേഷൻ വേണം. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം.